എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മെല്ലിസ് ഫുഡ് ഫാമിലി. അങ്ങനെ വെക്കേഷനിലെ ഞങ്ങളുടെ മറ്റൊരു യാത്ര മൂന്നാർ എക്കോ പാർക്കിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളിലേക്കും പോകാം. അങ്ങനെ ഓരോരുത്തരായി റെഡിയായി വണ്ടിയിൽ കയറി അടിമാലിയിലുള്ള ഇരുമ്പ് പാലത്താണ് ഫ്ലോറ ആൻഡ് ഫോണ എക്കോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. എക്കോ ടൂറിസത്തിനും ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും സമർപ്പിച്ചൊരു പ്രദേശമാണ് മൂന്നാർ എക്കോ പാർക്ക്. കിഴക്കൻ മലനാടിൻ്റെ ഹൃദയഭാഗത്തും അടിമാലിയിലുള്ള ഇരുമ്പ് പാലത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ പാർക്ക് തിരക്കുള്ള നഗരജീവിതത്തിൽ നിന്നൊരു ശാന്ത ഇടവേളയാണ്. ഈ ഒരു പാർക്കിൻ്റെ എൻട്രി ഭാഗത്ത് തന്നെ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ആർട്ടിഫിഷ്യൽ മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. വിശാലമായ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു ഫ്ലോറ ആൻഡ് ഫോണ എക്കോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പാർക്കിൻ്റെ എൻട്രി മുതൽ തന്നെ ധാരാളം കാഴ്ചകൾ നമുക്ക് കണ്ടുകൊണ്ട് ഇതിനകത്തേക്ക് കയറാൻ പറ്റും. കോയിക്കാർപ്പ് ഫിഷുകളുടെ വലിയ ഒരു കളക്ഷൻ ആദ്യം തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കുട്ടികളെന്നോ മുതിർന്നവരെന്നോ പ്രായഭേദമില്ലാതെ ഈ ഒരു ഫിഷുകളെ ഫീഡ് ചെയ്യുന്നതും പല നിറത്തിലും ആകൃതിയിലുമുള്ള ഈ ഒരു കോയിക്കാർപ്പുകളുടെ കളക്ഷൻ കണ്ണിന് നയനമനോഹരമായ കാഴ്ചകളും അതോടൊപ്പം തന്നെ ഒത്തിരി എക്സൈറ്റ്മെൻ്റുള്ള ഒരനുഭവമാണ്. സറാഫിന് ആദ്യമായിട്ടാണ് ഇത്തരം കോയിക്കാർപ്പുകളൊക്കെ നേരിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഒത്തിരി എൻ്റർടൈൻ ചെയ്തു ഈ ഒരു കാഴ്ചകൾ. അങ്ങനെ കുറച്ചു നേരം ആ ഫിഷുകളെയൊക്കെ ഒന്ന് ഫീഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ബാക്കി കാഴ്ചകൾ കാണാൻ വേണ്ടി പോയി. ഈ ഒരു ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അവിടെ നിന്ന് ഒത്തിരി ആൾക്കാർ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒത്തിരി പക്ഷികളുടെ ഒരു കളക്ഷനായിരുന്നു അടുത്തേ കണ്ടത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേഡ്സ്, പാരറ്റ്സ്, ആനിമൽസ് എല്ലാം അവിടെ കാണാനുണ്ടായിരുന്നു. പള്ളത്ത് ഭയങ്കര വേദന എടുക്കുന്നു. ഇത് മക്കാവോ എന്ന് പറയുന്ന ബേർഡാണ്. ഇതിൻ്റെ നിക്നെയിം മിന്നു എന്നാണ്. ഇതിപ്പം ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മേത്തിങ്ങനെ വന്നിരിക്കും, ഫുഡൊക്കെ കഴിക്കും.
അങ്ങനെ അവിടെ കണ്ടിരുന്ന പക്ഷികളെയും തത്തകളെയും എല്ലാം കുറേ നേരം കയ്യിലും തലയിലും എല്ലാം ഞങ്ങളൊന്ന് കയറ്റി വെച്ചു. എന്തായാലും എൻ്റെ ക്യാപ്പ് എല്ലാ പക്ഷികൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. കാരണം വന്നിരുന്ന എല്ലാ പക്ഷികളും തലയിൽ നിന്നിറങ്ങി പോകുന്നേ ഇല്ലായിരുന്നു. എന്താണ് അതിൻ്റെ കാരണമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പലതരത്തിലുമുള്ള പക്ഷികൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കോണൂർ, ലൈറി, പരക്കറ്റ്, മക്കവ, കൊക്കാട്ടൂയോ പോലുള്ള അപൂർവ പക്ഷികളാണ് ഇവിടെ ഈ ഒരു പാർക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ പക്ഷികളെയും തത്തകളെയും എല്ലാം തലയിൽ നിന്നിറക്കി ഞങ്ങൾ ബാക്കി കാഴ്ചകൾ കാണാൻ വേണ്ടി വീണ്ടും മുന്നോട്ട് നടന്നു. പരിസ്ഥിതി സൗഹൃദമായ ഒരു വിനോദവേദിയാണിത്. സസ്യജന്തുജാലങ്ങളുമായ സമന്വയമായ സൗന്ദര്യവും സന്ദർശകർക്ക് ഒരു അനുഭവ സമ്പന്നമായ പഠനവും വിനോദവും ഒരുക്കുകയാണ് ഈ ഒരു പാർക്കിലൂടെ ഇവരുടെ ലക്ഷ്യം. നമ്മുടെ ഈ ബാക്ക് സൈഡിലായിട്ട് വലിയ നല്ലൊരു വാട്ടർ ഫൗണ്ടേഷൻ നമുക്ക് കാണാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. It called ostrich. 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 See the nose of ostrich, Serafin. ആദ്യം കണ്ടത് ഓസ്ട്രിച്ച് ആണ്, രണ്ടാമത് കാണുന്നത് എമു ആണ്. രണ്ടിനെയും കണ്ട ഏകദേശം ഒരേപോലെ ഇരിക്കുന്നു. ഹൈറ്റിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ, പക്ഷേ രണ്ടും ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആണ്. ഇത് രണ്ടും കോഴികളുടെ വർഗത്തിൽപ്പെട്ട ഇനമാണ്. രണ്ടെണ്ണം വെച്ചുണ്ടെല്ലാം. ഫുഡ് ആ ചേട്ടൻ കൊടുത്തു. ഇത് മക്കാവ്. ഏത് ഇത്? ഗ്രേ പാരറ്റ്.
അങ്ങനെ അവിടെ നിന്നും വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോയി. അബിയു ഒക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഇതിലൊരു കായൊക്കെ ഇട്ട് നിൽപ്പുണ്ട്. അബിയു യെല്ലോ, ഓറഞ്ച്. ഇത് ഇവരുടെ എക്സോട്ടിക് ഫ്രൂട്ട് ഗാർഡൻ ആണ്. അവർ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് ഫ്രൂട്ടൊന്നും പ്ലക്ക് ചെയ്യരുതെന്ന്. കാരണം ഇവര് 1 വർഷം മുമ്പ് നട്ട് പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഇത് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് 3 മാസമായിട്ടുള്ളൂ. ഇവിടെ പല വെറൈറ്റീസ് ഉണ്ട്. തൈഗുവ, ലോങ്കൻ, സ്വീറ്റ് ലൂബി, ബ്രസീൽ പ്ലംസ്, അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പലതരം ഫിഗ്, പ്ലംസ്, പപ്പായ, ലോട്ട് ഓഫ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ്. ഇത് നെല്ലിക്കയുടെ ഒരു അതർ ടൈപ്പാണ്. നമുക്ക് പറിക്കാൻ പറ്റത്തില്ലെന്ന് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കഴിക്കാൻ പറ്റുന്ന ചിലിമ്പിക്കാൻ. ആഗോള വൃക്ഷങ്ങളായ സ്പൈസസും ഫലവൃക്ഷങ്ങളും 150 പരം വിദേശ സ്പീഷീസുകളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അതെല്ലാം ഞങ്ങളവിടെ നോക്കി കണ്ടു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ചെന്നപ്പെട്ടത് ഇഴജന്തുക്കളുടെയും പാമ്പുകളുടെയും ഇടയിലേക്കാണ്. പാമ്പുകളെ ആദ്യം കണ്ടപ്പോൾ ചെറിയൊരു പേടി തോന്നിയെങ്കിലും കയ്യിലെടുത്ത് കഴിഞ്ഞപ്പോൾ ആ പേടിയൊക്കെ ഒന്ന് മാറി കിട്ടി. ബോൾ പൈത്തൺ എന്നുള്ള ഐറ്റമാണ് ഇത്. 2 ടൈപ്സ് ഓഫ് വെറൈറ്റി സ്നേക്സ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അങ്ങനെ കയ്യിലെടുത്ത് പേടി മാറിയ ഞാൻ പാമ്പിനെ കഴുത്തിൽ കൂടി ഒന്ന് എടുത്തു വെച്ചു. അങ്ങനെ ആദ്യത്തവനെ വെച്ചിട്ട് അടുത്തവനെ പൊക്കി. അവനും ആൾ പ്രശ്നക്കാരനൊന്നുമല്ല, നമ്മളായിട്ട് നല്ല ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരുന്നു. തട്ടിപ്പിട്ട് പിടിക്കില്ലതാ. പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യെ കൂടെ ഇങ്ങനെ സ്മെല്ലെല്ലാം ചെയ്ത് നോക്കുവാണ്. ഇത് ഏത് ടൈപ്പാണ്? ഇതിൻ്റെ പേര് ബനാന പൈത്തൺ. ടൈറ്റ് ചെയ്യരുത്. അടിയിൽ പിടിച്ചു. അടുത്തതായിട്ട് നമ്മൾ പോയത് അവിടെയുള്ള മിനി പശുക്കളുടെ ഇടയിലേക്കാണ്. പശുക്കളോടൊപ്പം തന്നെ ധാരാളം ചെമ്മരിയാടുകളെ നമുക്കിവിടെ കാണാൻ പറ്റുമായിരുന്നു. ഈ കാണുന്നത് ഒരു കുറുക്കനാണ്. ഇദ്ദേഹം എന്താണ് ഇവിടെ നിന്ന് ആടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. 2 പെഗ് അടിച്ചിട്ട് നിന്ന് ആടുന്നതാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഫ്ലോറ ആൻഡ് ഫോണ എക്കോ പാർക്കിൻ്റെ വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് സെഗ്മെൻറ്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതായത് നേരിട്ട് കാണുന്ന പോലത്തെ ഒരു അനുഭവം നമുക്ക് ആർട്ടിഫിഷ്യലി
ആ ഒരു ഗ്ലാസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നതാണ്. പൂർണ്ണമായിട്ടും ഭയാനകമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഈ ഒരു വെർച്വൽ റിയാലിറ്റി വഴി നമുക്ക് കിട്ടുന്നത്. ധൈര്യവാന്മാരാണ് എന്ന് സ്വയം അഭിമാനിക്കുന്നവർ തീർച്ചയായും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു റൈഡാണിത്. മുയലിൻ്റെ കുഞ്ഞുങ്ങളല്ലേ? ഏതാ ഇനം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏതാ? ജർമ്മൻ. എത്ര എണ്ണം ഉണ്ട് കുഞ്ഞുങ്ങൾ? ഹോഴ്സ് റൈഡിങ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് സെക്ഷൻ ഇവിടെയുണ്ട്. കുതിരപ്പുറത്ത് കയറണം എന്നുള്ള ഒത്തിരി നാളത്തെ ഒരാഗ്രഹം, അങ്ങനെ ഞാനും വീണ്ടും നീട്ടിവെക്കാൻ വേണ്ടി പോയില്ല. ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ഞാനും അതൊന്ന് ട്രൈ ചെയ്തു. ഇത് ഇവിടുത്തെ ഒരു ട്രീ ഹൗസാണ്. ഇതിൻ്റെ ടോപ്പിൽ വരെ നമുക്ക് കയറാൻ പറ്റും. ഏറ്റവും ടോപ്പിൽ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമായിട്ടുള്ളതാണ്. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈഡുകൾ ഈ ഒരു പാർക്കിൽ ധാരാളമുണ്ട്. അങ്ങനെ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് റിഫ്രഷ്മെൻറ്റിനായിട്ടുള്ള ടീ കോഫി ഷോപ്പുകളും ഇതോടൊപ്പം തന്നെ ഇവിടെ സജ്ജമാണ്. കല്ല് കേറണേ. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് യൂസ് ചെയ്യാനായി ക്ലീൻ ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ളൊരു വാഷ്റൂമും ഇതോടൊപ്പം ഇവിടെയുണ്ട്. നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ എല്ലാവിധമായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസും ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എല്ലാം ലഭിക്കുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ഷോപ്പും ഇതോടൊപ്പം തന്നെ ഇവിടെയുണ്ട്. അങ്ങനെ ഫ്ലോറ ആൻഡ് ഫോണ എക്കോ പാർക്കിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കുകൾ കമൻറ്റായി രേഖപ്പെടുത്തുക.